നിങ്ങളുടെ ജീവിതം ഇന്ന് എവിടെയാണോ അത് മോസ്റ്റ്ലി നിങ്ങളുടെ സാഹചര്യം കാരണമല്ല, നിങ്ങളുടെ തോട്ട്സ് കാരണമാണ്. അതെ, ബോബ് പ്രോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്: യുവർ തോട്ട്സ് ക്രിയേറ്റ് യുവർ റിയാലിറ്റി. ഒരു തോട്ട് ഒരു ജീവിതം തന്നെ മാറ്റാൻ കഴിയും. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? പലരും അവരുടെ തോട്ട്സ് ബോധപൂർവം ചൂസ് ചെയ്യുന്നില്ല. ഫിയർ, ഡൗട്ട്, ഇൻസെക്യൂരിറ്റി ഇവയാണ് മനസ്സിൽ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നീട് അവർ ചോദിക്കും, എന്തുകൊണ്ട് എൻ്റെ ജീവിതം മാറുന്നില്ല? ബോബ് പ്രോക്ടർ പറയുന്നു, എനർജി ഈസ് എവറിത്തിങ്. നമ്മുടെ ബോഡി, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തോട്ട്സ് പോലും എനർജിയാണ്. ഓരോ തോട്ടിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. നിങ്ങൾ നിരന്തരം നെഗറ്റീവായി ചിന്തിച്ചാൽ, എനിക്ക് ഭാഗ്യമില്ല, എന്നെക്കൊണ്ടത് കഴിയില്ല എന്ന് നിരന്തരം ചിന്തിച്ചാൽ നമ്മുടെ ഫ്രീക്വൻസി വളരെ ലോ ആണ്. നിങ്ങളുടെ ആക്ഷനെ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ കോൺഫിഡൻ്റായി സംസാരിക്കില്ല. നിങ്ങളെ അവസരം തേടി വരില്ല. സ്ലോലി നിങ്ങളുടെ ലൈഫ് ലിമിറ്റഡ് ആയി മാറും. പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ മൈൻഡിൻ്റെ ഫ്രീക്വൻസി മാറും, നിങ്ങളുടെ എനർജി മാറും. അപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് മാറും, കൂടാതെ നിങ്ങളുടെ റിസൾട്ട് പോലും മാറും. ബോബ് പ്രോക്ടർ പറയുന്നു, നമ്മുടെ ലൈഫിൽ 90% കാര്യങ്ങളും സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ചെറുപ്പത്തിലേ നമ്മൾ കേട്ട ഒരുപാട് കാര്യം: മണി ഈസ് ഡിഫിക്കൾട്ട്, ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്, സക്സസ് എല്ലാവർക്കും കിട്ടില്ല. ഈ ബിലീഫ് സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ചെയ്യും. പിന്നീട് നമ്മൾ വലുതാവുമ്പോൾ ആ പഴയ പ്രോഗ്രാമിംഗ് തന്നെയാണ് നമ്മുടെ ജീവിതം കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിന്യൂസ്ലി സക്സസ് ആഗ്രഹിക്കും, പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയും, നിനക്ക് അതിന് യോഗ്യതയില്ല. അതിനാലാണ് പലർക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടും വേണ്ടത്ര റിസൾട്ട് കിട്ടാതിരിക്കുന്നത്. ബോബ് പ്രോക്ടർ പറയുന്നത് ഇപ്രകാരമാണ്: ഇഫ് യു വാണ്ട് ടു ചേഞ്ച് യുവർ ലൈഫ്, യു മസ്റ്റ് റീപ്രോഗ്രാം യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. എങ്ങനെ? ത്രൂ റെപ്പിറ്റേഷൻസ്, അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ, നിരന്തരം പോസിറ്റീവ് സെൽഫ് ടോക്ക്. ഇവ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് സ്ലോലി പുതിയ ബിലീഫ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. വിഷ്വലൈസേഷനെ ഒരു പവർഫുൾ ടൂളായി ബോബ് പ്രോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മൈൻഡ് ആക്ച്വലി ഒരു മൂവി തിയേറ്റർ പോലെയാണ്. മൈൻഡിൽ നമ്മൾ റിപ്പീറ്റഡ്ലി ഏത് പിക്ചർ ആണ് പ്ലേ ചെയ്യുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ലൈഫ് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മൈൻഡ് അത് പോസിബിൾ ആണെന്ന് ബിലീവ് ചെയ്യാൻ തുടങ്ങും. അത്ലറ്റ്സ് പോലും കോമ്പറ്റീഷൻ ജയിക്കുന്നതിന് മുമ്പ് മൈൻഡിൽ വിക്ടറി വിഷ്വലൈസ് ചെയ്യും. കാരണം ബ്രെയിനിന് ഇമാജിനറി എക്സ്പീരിയൻസും റിയൽ എക്സ്പീരിയൻസും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ കഴിയില്ല. സോ നമ്മൾ ഡെയിലി കുറച്ച് സമയം കണ്ണടച്ച് നമ്മളുടെ ഡ്രീം ലൈഫ് വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി സക്സസ്ഫുൾ ആയ പോലെ നമ്മൾ കാണണം. നമ്മളിപ്പോൾ നമ്മുടെ ഡ്രീം ലൈഫിൽ ജീവിക്കുന്നത് പോലെ കാണണം. സ്ലോലി നമ്മുടെ എനർജി മാറും. എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ? വളരെ സിമ്പിളായി പറഞ്ഞാൽ, ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. നിങ്ങൾ ഏത് എനർജിയാണ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്, അതുപോലുള്ള എക്സ്പീരിയൻസസ് ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഫിയറിലേക്കാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഫിയർഫുൾ സിറ്റുവേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. പ്രോബ്ലംസ് മാത്രം ഫോക്കസ് ചെയ്താൽ മൈൻഡ് പ്രോബ്ലംസ് മാത്രം നോട്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നിരന്തരം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ നോട്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആക്ച്വലി ഇതൊരു മാജിക് ഒന്നും അല്ല കേട്ടോ, ഇതൊരു മൈൻഡ് സയൻസ് ആണ്. റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ബ്രെയിൻ മെക്കാനിസം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ അറ്റൻഷൻ കൊണ്ടുപോകും. ഉദാഹരണത്തിന്, നമ്മളൊരു വൈറ്റ് കാർ വാങ്ങണമെന്ന് ചിന്തിച്ചാൽ റോഡിൽ പോകുമ്പോഴൊക്കെ ഒരുപാട് നമ്മൾ ഉദ്ദേശിച്ച സെയിം വൈറ്റ് കാർ കണ്ടുകൊണ്ടേയിരിക്കും. സക്സസ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മൈൻഡ് യഥാർത്ഥത്തിൽ ഓപ്പർച്യൂണിറ്റീസ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. ബോബ് പ്രോക്ടർ ഹാബിറ്റ്സിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞിരുന്നു. നിങ്ങളുടെ മോർണിംഗ് റൂട്ടീൻ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യും. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ സ്ക്രോൾ ചെയ്യുന്നത് നിർത്തുക. നെഗറ്റീവ് ന്യൂസ് മോർണിംഗ് മസ്റ്റായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം. മൈൻഡിന് രാവിലെ തന്നെ പോസിറ്റീവ് കമാൻഡ്സ് കൊടുക്കും. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഞാൻ ക്യാപ്പബിൾ ആണ്, എൻ്റെ ജീവിതത്തിലേക്ക് സക്സസ് അനുനിമിഷം വന്നുകൊണ്ടേയിരിക്കുന്നു. ഡെയിലി നമ്മുടെ ഗോൾസ് എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ മസ്റ്റായും പറയണം. പിന്നെ
പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് ഫ്രം നെഗറ്റിവിറ്റി. കാരണം മൈൻഡ് ഒരു ഫെർട്ടൈൽ സോയിൽ പോലെയാണ്. നിങ്ങൾ എന്താണ് വിതയ്ക്കുന്നത് അത് തന്നെയാണ് അവിടെ വളരുന്നത്. ബോബ് പ്രോക്ടർ പറയുന്നത് ലൈഫ് പുറത്ത് നിന്ന് ചേഞ്ച് ആവില്ല. ഇൻസൈഡ് അകം നന്നായാൽ പുറം ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകും. നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ ബിലീഫ്സ് ക്രിയേറ്റ് ചെയ്യും. ബിലീഫ്സ് ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. ആക്ഷൻസ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ വളരെ കെയർഫുള്ളി ട്രെയിൻ ചെയ്യും. നിങ്ങളുടെ ഫ്യൂച്ചർ ഇന്നത്തെ തോട്ട്സിലാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ ഇന്നത്തെ തോട്ട്സിലാണ് തുടങ്ങുന്നത്. നിങ്ങൾ ഇന്ന് റിപ്പീറ്റഡ്ലി ചിന്തിക്കുന്ന കാര്യങ്ങൾ നാളെ നിങ്ങളുടെ ജീവിതമാകും. അതുകൊണ്ട് ഫിയർ അല്ല, ഫെയ്ത്ത് ചൂസ് ചെയ്യൂ. ഡൗട്ട് അല്ല, പോസിബിലിറ്റി ചൂസ് ചെയ്യൂ. കാരണം നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പവർഫുൾ ടൂളാണ്. അപ്പോൾ ചിലർക്കില്ല സംശയം, ഇതൊക്കെ ചെയ്യാൻ എത്ര ദിവസം വേണം? പലരുടെയും സംശയമാണ്. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം? അഫർമേഷൻ ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും? ബോബ് പ്രോക്ടർ പറയുന്നത് ഇപ്രകാരമാണ്. ഇതൊരു മാജിക് ഒന്നുമല്ല, പക്ഷേ ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോസസ്സാണ്. നിങ്ങൾ വർഷങ്ങളായി നെഗറ്റീവ് തോട്ട്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എണീച്ചിട്ട് പോസിറ്റീവ് അഫർമേഷൻസ് മാത്രം പറഞ്ഞാൽ ലൈഫ് പെട്ടെന്ന് മാറില്ല. കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് റെപ്പറ്റീഷൻ വേണം. ഒരു വിത്ത് നട്ട ഉടനെ അവിടെ ഒരു മരം വളരുമോ? ഇല്ല. അതുപോലെ ന്യൂ ബിലീഫ്സ് ഗ്രോ ചെയ്യാൻ ഒരു ടൈം വേണം. നമ്മൾ 21 ഡേയ്സ് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാൻ മൈൻഡ് പുതിയ പാറ്റേൺസ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. ഒരു 45 to 90 ഡേയ്സ് പ്രാക്ടീസ് ചെയ്താൽ സബ് കോൺഷ്യസ് മൈൻഡ് പുതിയ ബിലീഫ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഓർക്കുക, റിസൾട്ട് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. കാരണം നിങ്ങളുടെ ബിലീഫ് ലെവൽ, ഇമോഷൻ, കൺസിസ്റ്റൻസി, ആക്ഷൻ ഇവയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോബ് പ്രോക്ടർ പറയുന്നത് ഡോണ്ട് ആസ്ക് വെൻ ഇറ്റ് വിൽ ഹാപ്പൻ, ഫോക്കസ് ഓൺ ബിക്കമിങ് ദി പേഴ്സൺ ഹു ക്യാൻ റിസീവ് ഇറ്റ്. നിങ്ങൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ, വിഷ്വലൈസ് ചെയ്യുമ്പോൾ, പോസിറ്റീവ് തോട്ട്സ് റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ ആദ്യം മാറുന്നത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ്. അതിനുശേഷം സ്ലോലി ഔട്ട്സൈഡ് റിയാലിറ്റി ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ ക്ഷമാപൂർവം കാത്തിരിക്കണം. ഒരു ഫ്ലവർ ബ്ലൂം ചെയ്യാൻ ടൈം എടുക്കുന്നത് പോലെ നിങ്ങളുടെ ഡ്രീംസിനും ഒരു ഡിവൈൻ ടൈം ഉണ്ട്. സ്ഥിരതയോടെ പ്രാക്ടീസ് ചെയ്യൂ, ഫെയ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യൂ. നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉറപ്പായും കാണാൻ തുടങ്ങും. നന്ദി.